ആഗോള രാഷ്ട്രീയ ഭൂപടത്തിൽ ഇറാനും പാശ്ചാത്യ ശക്തികളും തമ്മിലുള്ള പോരാട്ടം ഇന്ന് മിസൈലുകളിലും ഡ്രോണുകളിലും മാത്രം ഒതുങ്ങുന്നില്ല. അത് ഡിജിറ്റൽ സാമ്പത്തിക ലോകത്തെ അദൃശ്യമായ അതിരുകളിലേക്ക് വ്യാപിച്ചിരിക്കുകയാണ്. ദശകങ്ങളായി തുടരുന്ന ഏകപക്ഷീയമായ സാമ്പത്തിക ഉപരോധങ്ങൾ കൊണ്ടൊരു രാജ്യത്തിന്റെ നട്ടലൊടിക്കാൻ ശ്രമിക്കുന്നവർക്ക് മുന്നിൽ പതറാതെ നിൽക്കാൻ ഇറാൻ കണ്ടെത്തിയ അത്യാധുനികമായ സാമ്പത്തിക കോട്ടയാണ് ക്രിപ്റ്റോ കറൻസി. അമേരിക്ക ഇസ്രായേൽ സൈനിക നീക്കങ്ങൾക്ക് പിന്നാലെ ഇറാനിലെ ക്രിപ്റ്റോ എക്സ്ചേഞ്ചുകളിൽ നിന്നുണ്ടായ $10 മില്യൺ പണമൊഴുക്ക് വെറും ഒരു കണക്കല്ല, മറിച്ച് ഉപരോധങ്ങളുടെ ചെങ്ങലക്കെട്ടുകൾ ഭേദിക്കാനുള്ള ഒരു ജനതയുടെ നിശ്ചയദാർഢ്യമാണ്. ബ്ലോക്ക് ചെയിൻ അനലിറ്റിക്സ് സ്ഥാപനങ്ങളായ ചൈനാലിസിസ്, എലിപ്റ്റിക് എന്നിവ പുറത്തുവിട്ട വിവരങ്ങൾ ഭൗമരാഷ്ട്രീയ സംഘർഷങ്ങൾക്കിടയിലെ ഡിജിറ്റൽ സാമ്പത്തിക മാറ്റങ്ങളുടെ ആഴം വ്യക്തമാക്കുന്നതാണ്. ഇറാനെതിരെയുള്ള സൈനിക നീക്കങ്ങൾ ആരംഭിച്ച നിമിഷം മുതൽ രാജ്യം ഒരു അത്ഭുതപൂർവമായ ഡിജിറ്റൽ പലായനത്തിന് സാക്ഷ്യം വഹിച്ചു. ശനിയാഴ്ച ആക്രമണങ്ങൾ ആരംഭിച്ച മിനിറ്റുകൾക്കുള്ളിൽ തന്നെ ഇറാനിയൻ ക്രിപ്റ്റോ എക്സ്ചേഞ്ചുകളിൽ നിന്നുള്ള പണമൊഴുക്ക് കുത്തനെ ഉയർന്നു. ഇറാനിലെ ഏറ്റവും വലിയ ക്രിപ്റ്റോ പ്ലാറ്റ്ഫോമായ നോബിടെക്സിൽ നിന്നുള്ള കണക്കുകൾ ഈ പ്രതിഭാസത്തിന്റെ തീവ്രത വെളിപ്പെടുത്തുന്നു. വെറും ഒരു മണിക്കൂറിനുള്ളിൽ $2.89 മില്യൺ ഈ എക്സ്ചേഞ്ചിൽ നിന്ന് പുറത്തേക്ക് ഒഴുകിയത്. ഇത് സാധാരണ ദിവസങ്ങളിലെ ഏറ്റവും ഉയർന്ന മണിക്കൂർ നിരക്കിനേക്കാൾ 7 ഇരട്ടി കൂടുതലാണ്. ആക്രമണ വാർത്തകൾ പുറത്തു വന്നതിന് തൊട്ടു പിന്നാലെ ഇടപാടുകളുടെ അളവിൽ 700% അമ്പരപ്പിക്കുന്ന കുതിച്ചുചാട്ടമാണ് രേഖപ്പെടുത്തിയത്. ശനിയാഴ്ച മുതൽ തിങ്കളാഴ്ച വരെയുള്ള 48 മണിക്കൂർ പിന്നിട്ടപ്പോൾ ഏകദേശം $10.3 മില്യൺ മൂല്യമുള്ള ക്രിപ്റ്റോ ആസ്തികൾ ഇറാനിയൻ പ്ലാറ്റ്ഫോമിൽ നിന്ന് മാറ്റപ്പെട്ടതായി ചൈനാലിസിസ് സ്ഥിരീകരിച്ചു. ഈ വൻതോതിലുള്ള പണമൊഴുക്ക് കേവലം പരിഭ്രാന്തി മൂലമുള്ള ഒന്നല്ല, മറിച്ച് കൃത്യമായ ലക്ഷ്യങ്ങളോടുള്ള സാമ്പത്തിക നീക്കമാണെന്ന് വിദഗ്ധർ വിലയിരുത്തുന്നു. ഇതിന്റെ പ്രധാന ഗുണഭോക്താക്കൾ പണപ്പെരുപ്പത്താൽ വലയുന്ന സാധാരണ ഇറാനികളാണ്. യുദ്ധം കടുക്കുമ്പോൾ പ്രാദേശിക കറൻസിയായ റിയാലിന്റെ മൂല്യം ഇടിയാനുള്ള സാധ്യത മുന്നിൽ കണ്ട് സാധാരണക്കാരായ 15 ദശലക്ഷത്തോളം ഇറാനിയൻ നിക്ഷേപകർ തങ്ങളുടെ സമ്പാദ്യം സുരക്ഷിതമായ വിദേശ വാലറ്റുകളിലേക്ക് മാറ്റുന്നു. ഇറാനിയൻ റിയാലിന്റെ മൂല്യം ഇടിയുമ്പോൾ സമ്പാദ്യം ബാങ്കുകളിൽ നിന്നും സൂക്ഷിക്കുന്നത് നഷ്ടമാണെന്ന് തിരിച്ചറിയുന്ന ജനങ്ങൾ USDT പോലുള്ള സ്റ്റേബിൾ കോയിനുകളിലേക്ക് മാറുന്നു. ഇത് അവർക്ക് ഡോളറിന്റെ മൂല്യം ഉറപ്പാക്കുന്നു. ഭൗമരാഷ്ട്രീയ അസ്ഥിരത ഉണ്ടാകുമ്പോൾ തങ്ങളുടെ ആസ്തികൾ അതിവേഗം വിദേശ എക്സ്ചേഞ്ചുകളിലേക്കോ ഹാർഡ്വെയർ വാലറ്റുകളിലേക്കോ മാറ്റാൻ ക്രിപ്റ്റോ സഹായിക്കുന്നു. രാജ്യത്തിന് പുറത്തേക്ക് പണം കൊണ്ടുപോകുന്നതിനുള്ള ബാങ്കിംഗ് നിയന്ത്രണങ്ങൾ മറികടക്കാൻ സാധാരണക്കാർക്ക് ലഭിക്കുന്ന ഒരേ ഒരു മാർഗമാണിത്. സെൻട്രൽ ബാങ്കുകളുടെ നിയന്ത്രണം ഇല്ലാത്തതിനാൽ യുദ്ധകാലത്ത് ബാങ്കിംഗ് സേവനങ്ങൾ തടസ്സപ്പെട്ടാലും ഡിജിറ്റൽ വാലറ്റുകൾ വഴി ഇടപാടുകൾ നടത്താൻ ഇവർക്ക് സാധിക്കുന്നു. ഭരണകൂടവുമായി ബന്ധപ്പെട്ട സ്ഥാപനങ്ങളും ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സും തങ്ങളുടെ ഫണ്ടുകളുടെ ദൃശ്യത കുറയ്ക്കാനും ലിക്വിഡിറ്റി പുനഃക്രമീകരിക്കാനും ഈ സാഹചര്യം ഉപയോഗിക്കുന്നു. 2023 മുതൽ മാത്രം $3 ബില്യൺ ക്രിപ്റ്റോ ആസ്തികളിലേക്ക് ഇവർ മാറിയതായി TRM ലാബ്സ് ചൂണ്ടിക്കാട്ടുന്നു. അന്താരാഷ്ട്ര ബാങ്കിംഗ് ശൃംഖലകളിൽ നിന്ന് ഒറ്റപ്പെട്ട ഇറാൻ ആഗോള വിപണിയുമായി ബന്ധപ്പെടാൻ ബ്ലോക്ക് ചെയിൻ സാങ്കേതിക വിദ്യയെ ഒരു സുപ്രധാന പാലമായും ഉപയോഗിക്കുന്നു. ഇത് പാശ്ചാത്യ രാജ്യങ്ങൾ അടിച്ചേൽപ്പിക്കുന്ന സാമ്പത്തിക നിയന്ത്രണങ്ങളെ ഫലപ്രദമായി പ്രതിരോധിക്കാൻ അവരെ സഹായിക്കുന്നു. പരമ്പരാഗത ബാങ്കിങ്ങിലെ സ്വിഫ്റ്റ് സന്ദേശങ്ങൾ പാശ്ചാത്യ ഏജൻസികൾക്ക് നിരീക്ഷിക്കാൻ എളുപ്പമാണ്. എന്നാൽ ബ്ലോക്ക് ചെയിനിൽ മിക്സഡ് സേവനങ്ങളും വികേന്ദ്രീകൃത എക്സ്ചേഞ്ചുകളും ഉപയോഗിക്കുന്നതിലൂടെ ഫണ്ടുകളുടെ ഉറവിടം മറച്ചുവെക്കാൻ ഇറാനിയൻ സ്ഥാപനങ്ങൾക്ക് സാധിക്കുന്നു. US അന്വേഷണങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ ലിക്വിഡിറ്റി പുനഃക്രമീകരിക്കാനും ഔദ്യോഗിക പ്ലാറ്റ്ഫോമുകളിൽ നിന്ന് അദൃശ്യമായ വാലറ്റുകളിലേക്ക് പണം മാറ്റാനും ഭരണകൂടം ഈ സാഹചര്യം ഉപയോഗിക്കുന്നുണ്ട്. ഇറാനിലെ പണപ്പെരുപ്പവും പ്രാദേശിക കറൻസിയായി റിയാലിന്റെ മൂല്യ തകർച്ചയും പൗരന്മാരെ വലിയ പ്രതിസന്ധിയിലാക്കുന്നുമുണ്ട്. ഈ സാഹചര്യത്തിൽ USDT പോലുള്ള സ്റ്റേബിൾ കോയിനുകൾ അവർക്ക് ഡോളറിന് പകരമായി മാറുന്നു. സ്വിഫ്റ്റ് പോലുള്ള ആഗോള ബാങ്കിംഗ് സംവിധാനങ്ങളിൽ നിന്നും പുറത്താക്കപ്പെട്ട ഇറാനെ സംബന്ധിച്ചിടത്തോളം അതിർത്തികൾ കടന്നുള്ള ഇടപാടുകൾക്ക് ബ്ലോക്ക് ചെയിൻ സാങ്കേതിക വിദ്യ ഒരു കച്ചിത്തുരുമ്പാണ്. 2025 കണക്കുകൾ പ്രകാരം ഇറാനുമായി ബന്ധപ്പെട്ട ക്രിപ്റ്റോ ഇടപാടുകൾ $8 ബില്യൺ മുതൽ $10 ബില്യൺ വരെയാണ്. ഇത് രാജ്യത്തിന്റെ എണ്ണ വരുമാനവുമായി താരതമ്യം ചെയ്യുമ്പോൾ കുറവാണെങ്കിലും ഉപരോധം മറികടക്കാനുള്ള തന്ത്രപരമായ നീക്കമായി ഇതിനെ പാശ്ചാത്യ രാജ്യങ്ങൾ കാണുന്നു. സൈബർ ആക്രമണങ്ങൾ, ആഭ്യന്തര അസ്ഥിരത അല്ലെങ്കിൽ സൈനിക നീക്കങ്ങൾ എന്നിവ ഉണ്ടാക്കുമ്പോൾ സെൻട്രലൈസ്ഡ് ബാങ്കിംഗ് സംവിധാനങ്ങളെക്കാൾ ആളുകൾ വികേന്ദ്രീകൃത ധനകാര്യത്തെ വിശ്വസിക്കുന്നു. യഥാർത്ഥത്തിൽ ഈ $10 മില്യൺ ഒഴുക്ക് ആധുനിക യുദ്ധമുറകളിൽ ഡിജിറ്റൽ ആസ്തികൾ എത്രത്തോളം നിർണായകമാണെന്നും കാണിക്കുന്നു. സൈനിക ആക്രമണങ്ങൾ ഉണ്ടാകുമ്പോൾ പരമ്പരാഗത സാമ്പത്തിക വ്യവസ്ഥകൾ തകരാമെങ്കിലും വികേന്ദ്രീകൃതമായ ക്രിപ്റ്റോ ശൃംഖലകൾ ഇറാന്റെ അതിജീവനത്തിന് കരുത്തുറ്റ ഒരു സമ്മർദ്ദ വാൽവായി മാറുകയാണ്. ഇറാനെതിരായ US അന്വേഷണങ്ങൾ കർശനമാകുമ്പോഴും ഡിജിറ്റൽ ആസ്തികൾ നിയന്ത്രിക്കുക എന്നത് വലിയൊരു വെല്ലുവിളിയായി തുടരുന്നു. യുദ്ധകളത്തിലെ മിസൈലുകളെക്കാൾ വേഗത്തിൽ പണം
ഡിജിറ്റൽ വാലറ്റുകളിലൂടെ അതിർത്തി കടക്കുന്നു. സാധാരണ പൗരന്മാർ മുതൽ ഭരണകൂടം വരെ തങ്ങളുടെ അധ്വാനത്തിന്റെ വില സുരക്ഷിതമാക്കാൻ ഡിജിറ്റൽ വാലറ്റുകളെ അഭയം പ്രാപിക്കുമ്പോൾ പരമ്പരാഗത ബാങ്കിംഗ് സംവിധാനങ്ങളെക്കാൾ കരുത്തുറ്റ ഒരു സംവിധാനമായി ബ്ലോക്ക് ചെയിൻ മാറുന്നു. ഇത് കേവലം അതിജീവനമല്ല, മറിച്ച് ആധുനിക സാമ്രാജ്യത്വത്തിന്റെ സാമ്പത്തിക വേട്ടയാടലുകൾക്കെതിരെയുള്ള ഇറാന്റെ ഡിജിറ്റൽ വിപ്ലവമാണ്. ആഗോള സാമ്പത്തിക ക്രമം മാറുമ്പോൾ ഉപരോധിക്കപ്പെട്ട രാജ്യങ്ങൾക്ക് ക്രിപ്റ്റോ കറൻസികൾ ഒരു സാമ്പത്തിക കവചമായി മാറുകയാണ്.